നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. കടുത്തുരുത്തി ക്ഷേത്രത്തിൽ നിന്നും നേരെ ഞങ്ങൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോയത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ മുൻപ് വളരെ വിശദമായിട്ട് ഞാൻ ഐതിഹ്യവും മറ്റും പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം എന്നീ ക്ഷേത്രങ്ങൾ ഒരേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തിയാൽ കൈലാസ ദർശനം നടത്തിയ അത്ര തുല്യമായിട്ടുള്ള ഫലങ്ങളെ ലഭിക്കുമെന്നാണ് വിശ്വാസം. ഒരേ രീതിയിൽ പ്രതിഷ്ഠ നടത്തിയ അത്യപൂർവമായിട്ടുള്ള ഈ 3 ക്ഷേത്രങ്ങളും ഒരു ദിവസം തന്നെ ദർശനം നടത്താനായി എന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ്. വൈക്കത്ത് ദർശനം കഴിഞ്ഞിറങ്ങിയപ്പോൾ 10:45 ഇവിടെ നിന്ന് ഇനി നേരെ ചോറ്റാനിക്കരയിലേക്കാണ് പോകേണ്ടത്. 12 മണിക്ക് മുമ്പ് ചോറ്റാനിക്കരയിൽ ദർശനം നടത്തി അവിടെ അന്നപ്രസാദവും ഒക്കെ കഴിച്ച് അവിടെ നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സമയം ലഭിക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയം കൂടി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ വൈക്കത്ത് നിന്ന് യാത്ര തിരിച്ചത്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ അന്നദാനത്തിൽ പങ്കെടുക്കുകയാണ്. ഇവിടെ അന്നപ്രസാദം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി അവിടെ നിന്ന് അന്നപ്രസാദവും കഴിച്ച് അല്പനേരം ഇവിടെ വിശ്രമിക്കുകയാണ്. ഇവിടുന്ന് നേരെ കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നമ്മുടെ ചരിത്രം ഉറങ്ങുന്ന, അതായത് കൊച്ചി രാജാക്കന്മാരുടെ ചരിത്രം ഉറങ്ങുന്ന ഹിൽ പാലസ് മ്യൂസിയം കാണാനായിട്ടാണ് ഞങ്ങൾ യാത്രയാകുന്നത്. മണിച്ചിത്രത്താഴ്, കളി ഊഞ്ഞാൽ തുടങ്ങി നിരവധിയായിട്ടുള്ള മലയാള ചലച്ചിത്രങ്ങൾക്ക് വേദി ഒരുങ്ങിയ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ് കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ പോയത്. ഇപ്പോൾ ഞങ്ങൾ ഹിൽ പാലസ് മ്യൂസിയത്തിലാണ്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയം, കൊച്ചി രാജാവിൻ്റെ കൊട്ടാരം. ഒരു ദിവസം മുഴുവൻ ഇവിടെ കണ്ടാലും തീരാത്തത്ര കാഴ്ചകളുണ്ട്. ഓരോ പഴമയുടെ സ്മാരകങ്ങളായിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ ദൃശ്യങ്ങളും നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. നിരവധിയായിട്ടുള്ള അറിവുകൾ നേടാൻ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയം ദർശിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. പറ്റുമെങ്കിൽ മറ്റൊരു ദിവസം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയത്തെക്കുറിച്ച് സമ്പൂർണ്ണമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. 20 വർഷത്തോളം തൃപ്പൂണിത്തുറക്കാരനായി ജീവിച്ച എനിക്ക് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയവും ഒക്കെ വളരെയേറെ ഓർമ്മകൾ നൽകുന്ന സ്ഥലമാണ്. കളിയൂഞ്ഞാൽ സിനിമയുടെ ഷൂട്ടിങ്ങും മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിത്യം സന്ദർശകനായിരുന്നു ഞാൻ. വളരെയേറെ ഓർമ്മകൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ട്. ഹിൽ പാലസ് മ്യൂസിയത്തിൻ്റെ ഓരോ വളർച്ചയിലും അത് കണ്ട് നിരവധിയായിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ഓരോ മുക്കും മൂലയും എനിക്ക് കാണാപ്പാടമാണ് എന്ന് തന്നെ പറയാം. എൻ്റെ കുത്തിയോട്ട സമിതിയിലെ എല്ലാവർക്കും തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയത്തിലെ സന്ദർശനം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങളും ഈ ഹിൽ പാലസ് മ്യൂസിയത്തിലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് ദർശനം നടത്തുക. നമ്മുടെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകളോടൊപ്പം നമ്മുടെ ചരിത്രങ്ങളും എല്ലാവരും മനസ്സിലാക്കുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഹിൽ പാലസ് മ്യൂസിയം സന്ദർശിച്ചതിന് ശേഷം ഇവിടെ നിന്ന് നേരെ കൊടുങ്ങല്ലൂർക്ക് യാത്രയാകുകയാണ്. കൊടുങ്ങല്ലൂർ എത്തി അവിടെ ഭഗവതിയുടെ നടയിൽ കുത്തിയോട്ട ചൂടുംപാട്ടും മൈക്കും മേളങ്ങളുടെയും ഒന്നും അകമ്പടിയില്ലാതെ അവിടെ ഇരുന്ന് പാടണം, ചൂട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം നേടാനായിട്ട് സാധിക്കുന്നത് തന്നെ, അവിടെ ഒന്ന് കാലുകുത്താൻ സാധിക്കുന്നത് തന്നെ ജന്മപുണ്യമാണ്. കൊടുങ്ങല്ലൂർ അമ്മ തന്നെയാണ് ചെട്ടുകുളങ്ങര ഭഗവതിയായിട്ട് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്നുള്ളത് ഞങ്ങൾ ചെട്ടുകുളങ്ങരക്കാർക്ക് വേറെ ഓർമ്മകൾ നൽകുന്നതാണ്. അമ്മയുടെ മൂലസ്ഥാനം തന്നെയാണ്. ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ ക്ഷേത്രങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ, ഐതിഹ്യങ്ങൾ എല്ലാം മുൻപ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോകളുടെയൊക്കെ ലിങ്ക് നൽകുന്നതാണ്. ആ വീഡിയോകളൊക്കെ കാണുക. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നടത്തിയ കുത്തിയോട്ടപ്പാട്ടിന്റെയും ചുവടിന്റെയും വീഡിയോ ഞങ്ങളുടെ ജഗദംബ കുത്തിയോട്ട കലാസമിതിയുടെ ചാനലിൽ നൽകിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും നൽകുന്നതാണ്. അതിന്റെ ഏതാനും ഭാഗങ്ങളൊന്ന് കണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. മകളുടെ സവിരെ വന്നു നടി
തന്തന്നെ താനെ തന്തന്നെ താനെ തന്തന്നെ താനല്ല തന്തന്നെ താനെ തന്തന്നെ താനെ തന്തന്നെ താനല്ല ദിനങ്ങളും ദിനം തന്നെ തന്നാന താനെ തന്നം താനെ തന്നാന തന്നം താനെ താന താനെ തന്നം താനെ തന്നാനോ പ്രിയതോമയമിയെന്നൊരു വൃദ്ധയുമപ്പോഴേ തന്നിൽ തങ്ങി വിളമ്പിയതിരിക്കായി തന്നെ നാനേ 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 തന്നാനായി താനേ താനാനേ താനകരിത്തെ തന്നാനാനേ വിളക്കും നിറവറയും വെച്ചു കൈതൊഴാം പാടിയവതാരം പാടിടാ തന്നനാനോ താനനാനോ കാളി ഭദ്രകാളി ചെട്ടികുളത്തമ്പലം വാഴുന്ന ദേവി ഗജമടിച്ചാടിവായോ കുമ്മിയടിച്ചോടിവായോ ഗജമടിച്ചാടിവായോ കുമ്മിയടിച്ചോടിവായോ കണ്ടേ കാളി മതി മറന്നെ കളം നിറഞ്ഞാടോ താനോ നിറഞ്ഞാടോ താനിത്തനം തന്നെ താനിത്തന്നാനോ തന്നെ താനി തന്നാനോ താനന്നെ തന്നെ താനോ തന്നെ താനി തന്നാനോ താനന്നെ തന്നെ താനോ താനിത്തനം തന്നെ തന്നെ താനി തന്നാനോ